നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് നമ്മുടെ കമ്പനിക്കെതിരെയുള്ള ചതിയാണ്. ആരോ ചതിച്ചിരിക്കുക. ലീഗൽ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആരും പേടിക്കണ്ട. പക്ഷെ ഒരു കാര്യം, മോള് എത്രയും പെട്ടെന്ന് മാറി നിൽക്കണം. ഇത് പറയാനാണ് ഞങ്ങൾ വന്നത്. ഇതിപ്പോ ശ്യാമയുടെ ഡയറക്റ്റ് നിയന്ത്രണത്തിൽ വരുന്ന സെക്ഷനിലാണ് മായം ചേർന്നത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ശ്യാമയെ ചിലപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഖിലും ശ്യാമയും മാറണം. ശ്യാമേ, വാ നമുക്കിറങ്ങാം. തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറാം. ആ സമയം കൊണ്ട് സത്യം പുറത്തു വരുമല്ലോ. ഇന്ന് തന്നെ മുൻകൂർ ജാമ്യത്തിന് നീങ്ങുന്നുണ്ട്. അഖിൽ, നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്ക്. ഇല്ല സർ, ഞാൻ വരുന്നില്ല. മോളെ, ദേ ഇത് കളി പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല. മോള് ചെല്ല്, വേഗം ഇറങ്ങാൻ നോക്ക്. ആദി, നീയും കൂടി ഇവരുടെ കൂടെ ചെല്ല്. ഓ അമ്മേ, അതൊന്നും വേണ്ട. ഏട്ടന്മാർ ഇവിടെ തന്നെ നിൽക്കട്ടെ. അച്ഛാ, അമ്മ, ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ ഒളിച്ചോടുക അല്ല വേണ്ടത്. അത് നമ്മളിലുള്ള സംശയം കൂട്ടുക ചെയ്യൂ. നമ്മൾ ഒരു തരത്തിലും തെറ്റുകാരില്ലെന്ന് നമുക്കറിയാലോ. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ആരെയാ പേടിക്കണ്ടേ? എന്തിനു പേടിക്കണം? തെറ്റും ശരിയൊക്കെ നമുക്ക് കോടതിയിൽ ബോധിപ്പിക്കാം. പക്ഷെ അതുവരെ ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. ഏതായാലും ഞാനൊരു കാര്യം പറയാം. ഈ വീട്ടിൽ വെച്ച് അറസ്റ്റ് നടന്ന അടുത്ത നിമിഷം ഞാൻ എന്റെ വീട്ടുകാരെ അറിയിക്കും. അവര് ദുബായിന്ന് വരും. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും. ഐശ്വര്യ പ്ലീസ്, ഒന്ന് വെറുതെ ഇരിക്കേ. അതെ, നീ മിണ്ടായിരിക്കെ. ശ്യാമേ, വാശി പിടിച്ച് നിൽക്കാതെ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അച്ഛാ, അച്ഛൻ എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത് സർ. പ്ലീസ്, ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. മോള് കരുതുന്ന പോലെ അല്ലേ ഇത്. കാര്യങ്ങൾ ഗുരുതരമാണ്. നമ്മുടെ കമ്പനിക്കെതിരെ ആരോ ഗൂഢാലോചന നടത്തിയതാണ്. അവർ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. നമ്മൾ നിരപരാധിത്വം തെളിയിച്ചു വേണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ കമ്പനിയുടെ സൽപ്പേര് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. ഹലോ സാറേ, മുൻകൂർ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാ തോന്നുന്നത്. ചില സംഘടനകളൊക്കെ പ്രതിഷേധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശ്യാമ മേഡത്തിനോട് തൽക്കാലം മാറി നിൽക്കാൻ പറയണം. എത്രയും പെട്ടെന്ന് മാറിക്കോളാൻ പറയണം. ശരി ശരി, ഞാൻ വിളിക്കാം. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണേ. ആ ഓക്കെ സാർ, ഞാനതിന്റെ പുറകിൽ തന്നെയാ. മോളെ, കാര്യങ്ങൾ കേട്ടല്ലോ. ഇനി താമസിക്കരുത്, ഇറങ്ങണം. ഇല്ല അച്ഛാ, ഞാൻ ഇവിടുന്ന് പോവില്ല. പോലീസ് വരട്ടെ. ശ്യാമ, നീ കാര്യങ്ങൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. നിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഒരു കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണിത്. ഒരു കമ്പനിയുടെ സൽപ്പേര് രക്ഷിച്ചെടുക്കാൻ ഞങ്ങൾ ഇവിടെ തീ പിടിച്ച് നടക്കുമ്പോ ഇത് വെറുതെ ഓരോന്നും കാണിക്കരുത്. സർ, സർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ ഞാൻ വരില്ല. എന്ത് വരില്ലെന്നോ? നീ വരും. ഞാൻ അഖിലാണെങ്കിൽ നിന്നെ കൊണ്ട് ഇവിടുന്ന് മാറും. വേണ്ട വേണ്ട. മോള് മനസ്സിലെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും പറയുന്നത്. അവളെ ശ്യാമേ, ഒന്നും പോലീസ് കേൾക്കില്ല. തൽക്കാലം നമുക്ക് അറസ്റ്റ് ഒഴിവാക്കണം. അതാ നല്ലത്. നീ ഒന്ന് മാറി നിൽക്കേ. മോളെ, നീ ഒന്ന് മാറി നിൽക്കവിടുന്ന്. ഞാൻ എല്ലാരോടുമായിട്ട് അപേക്ഷിക്കാം. ദേവി തന്നെ നിർബന്ധിക്കരുത്. നീ പറയുമ്പോ വിലങ്ങ് വയ്ക്കാനേ നിന്റെ ജോലിക്കാരാണോ നമ്മള്? വിലങ്ങ് വയ്ക്കും. നേരത്തെ പറഞ്ഞതുപോലെ ചാവിട്ടി നിന്നെ നട്ടൽ ഒടിക്കുകയും ചെയ്യും. പക്ഷേ അതൊക്കെ ഇവരുടെ മുമ്പിൽ എന്റെ ഷോ കഴിഞ്ഞിട്ട്
എനിക്ക് ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ആ, അല്ലെങ്കിൽ വേണ്ട, വച്ച് താമസിപ്പിക്കണ്ട. ആ വലങ്ങട് ജേഷൻ പ്ലീസ് പോരണ്ട. ജേഷൻ ശ്യാമേ അന്തേട്ടാ ആരും വിഷമിക്കണ്ട. ഞാൻ പൂജിക്കുന്ന എന്റെ ദേവൻ എന്നെ രക്ഷിക്കും. ആ ദേവനുള്ള വിശ്വാസം കൊണ്ടാ ഞാൻ ഇത്ര ഉറപ്പോടെ ഇവിടെ നിന്നത്. അച്ഛാ, അമ്മ, അഖിൽ സർ, ഒട്ടും വിഷമിക്കരുത്. മാതിയുടെ ഇതിന്റെ ഡയലോഗ് വന്ന് ജയിപ്പിക്കരുത്. അടുത്ത നടപടികൾ എന്താണെന്ന് കാണണമെങ്കിൽ സ്റ്റേഷനിലോട്ട് വന്നാൽ മതി. ബാക്കി കോടതിയിൽ വന്നാലും കാണാം. നിനക്ക് എന്തെങ്കിലും അവസാനമായിട്ട് ഇവരോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. പറയാനുണ്ട്. അമ്മേ, ഇന്ന് രാത്രി എനിക്കിഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെക്കണം. രാത്രി ആസ്വദിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. വട്ടല്ല നിനക്ക്. പിന്നെ എല്ലാവരും കൂടി സ്റ്റേഷനിലും കോടതിയിലൊന്നും വരണ്ട കേട്ടോ. ഇത്രയും എനിക്ക് പറയാം. അപ്പോ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്നാണെന്ന് നീ തീരുമാനിച്ചു അല്ലേ? അതെ സർ. നീ ജയിലിടിഞ്ഞാലും പുറത്തു വരാൻ പോകുന്നില്ല. വാ, നടക്ക്. പിടിച്ച് വണ്ടി കേട്ട്. ജേഷേ മാറി നിൽക്കടാ. തൂക്കെടുത്ത് വണ്ടി കേട്ട്. അന്തേട്ടാ നടക്കടി. ഏയ്, ശ്യാമേ, നടക്ക്. കൊണ്ടുപോകല്ലേ? അവിടെ നിക്ക്. ഇങ്ങോട്ട് നടക്കടി. നടക്കാനങ്ങോട്ട്. വാ, ശ്യാമേ, കൊണ്ടുപോകല്ലേ? അന്തേട്ടാ, കേട്ട്. പ്ലീസ് കൊണ്ടുപോകരുത്. ജേഷേ. വണ്ടിയുടെ ശ്യാമേ 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 വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.